മുണ്ടക്കയം പുഞ്ചവയൽ 504 സർവീസ് നിർത്തിവെച്ച ബസ് ജീവനക്കാരുടെ പ്രതിഷേധം. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ബസ് ജീവനക്കാരെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ചും പാരലൽ സർവീസ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് പ്രതിഷേധ സമരം. കോട്ടയം ജില്ലാ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ പുഞ്ചവയൽ പുലിക്കുന്ന് റൂട്ടിലേക്ക് ഓട്ടോറിക്ഷ പാരലൽ സർവീസിനെതിരെ പരാതി കൊടുക്കുകയും മുണ്ടക്കയം പോലീസും ആർടിഒയും അതിനെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ ചില ഓട്ടോറിക്ഷകൾ പുഞ്ചവയലിൽ നിന്നും മുണ്ടക്കയത്തേക്ക് ഞങ്ങൾ എന്ത് വില കൊടുത്തും ട്രിപ്പ് എടുക്കുമെന്നും പറഞ്ഞ് വരുന്ന വാഹനം വീഡിയോ പിടിക്കുവാൻ വേണ്ടി, അത് യാത്രക്കാരെയും കൊണ്ടാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഇവിടുത്തെ ബസ് ഉടമകളും തൊഴിലാളികളും ഞങ്ങൾ 8 പേര് കരിനിലം ഭാഗത്ത് പോയി നിൽക്കുകയും അവിടുന്ന് ഷീബ ബാബു വിനോദ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ 10-30 ഓട്ടോറിക്ഷ തൊഴിലാളികൾ വന്ന് ഞങ്ങളെ അടിക്കുവാനും എല്ലാം വരികയും തള്ളയ്ക്കും തന്തയ്ക്കും നമ്മൾ പറഞ്ഞാൽ അറച്ചു പോകുന്ന വാക്കുകളാണ് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും ഇത് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതുവരെ പുഞ്ചവയലിലേക്കുള്ള ബസ് സർവീസുകൾ മുടക്കുകയാണ്. ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ നാളെ എളങ്കാട്, കോരുത്തോട്, എരുമേലി റൂട്ടിലേക്കുള്ള ബസ് സർവീസുകൾ മുടക്കുവാൻ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പുഞ്ചവയൽ പുലിക്കുന്ന് മേഖലയിലേക്ക് ഓട്ടോറിക്ഷകൾ അനധികൃതമായി ഷട്ടിൽ സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നുണ്ട്. ബസ്സുകളുടെ സർവീസിന് മുമ്പ് ഓട്ടോറിക്ഷകൾ ട്രിപ്പ് അടിക്കുന്നത് ബസ് യാത്രക്കാരുടെ എണ്ണം കുറയ്ക്കുവാൻ ഇടയാക്കുന്നതായി ബസ് ജീവനക്കാർ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് കോട്ടയം ആർടിഒ അടക്കമുള്ളവർക്ക് പരാതി നൽകുകയും അധികാരികൾ നടപടി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും അനധികൃതമായി ഓട്ടോറിക്ഷകൾ മേഖലയിലേക്ക് ആളുകളെ കയറ്റി ട്രിപ്പടിക്കുന്നെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മേഖലയിലേക്ക് സർവീസ് നടത്തുന്ന ബസ് ഓണേഴ്സും ജീവനക്കാരും ഇത്തരക്കാരെ കണ്ടെത്തുവാനായി പുഞ്ചവയൽ റൂട്ടിൽ കരിനിലം ഭാഗത്ത് നിൽക്കുന്ന സമയം ഒരുപറ്റം ഓട്ടോറിക്ഷ തൊഴിലാളികളെത്തി തങ്ങളെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചതായി ബസ് ജീവനക്കാർ ആരോപിച്ചു. മുണ്ടക്കയത്ത് നിന്ന് പുഞ്ചവയൽ പുലിക്കുന്ന ഭാഗത്തേക്ക് വ്യാപകമായ രീതിയിൽ ഓട്ടോറിക്ഷ ഷട്ടിൽ സർവീസ് നടത്തുക. അപ്പോൾ അതിനെതിരെ കോട്ടയം അസോസിയേഷൻ തന്നെ അതിൻ്റെ പൊൻകുടി യൂണിറ്റ് നേരിട്ട് പരാതി കൊടുത്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിരന്തരമായി ഷട്ടിലെടുത്ത് ബസ്സുകാരെ ശല്യം ചെയ്യുന്ന ഓട്ടോറിക്ഷകൾ നോക്കാൻ വേണ്ടി നമ്മൾ പോയി നിന്ന സമയത്ത് പുഞ്ചവയലിലെ ഒരു കൂട്ടം ഓട്ടോറിക്ഷക്കാർ, പ്രത്യേകിച്ച് ഷീബാബാബു എന്ന് പറഞ്ഞ ഒരാളുടെ നേതൃത്വത്തിലുള്ള ഒരു ഓട്ടോറിക്ഷ വന്ന് ഞങ്ങളെ 5-6 പേരെ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ഞങ്ങളെ പിന്നീട് വഴി വെച്ച് കണ്ടോളാം എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത് യാതൊരു രീതിയിലും ഓട്ടോറിക്ഷ നിർത്താൻ അവർ തയ്യാറല്ല, ബസ് സർവീസ് നടത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് പുഞ്ചവയൽ റൂട്ടിലെ ബസ്സുകളെല്ലാം അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തുകയാണ്. ഇതിനെതിരെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ നാളെ മുതൽ പുലിക്കുന്ന്, എരുമേലി ഭാഗം, കുഴിമാവ്, എളങ്കാട് റൂട്ടിലെ ബസ്സുകളും ഈ ഷട്ടിൽ സർവീസ് കൊണ്ട് വല്ലാതെ വലയുന്ന ആൾക്കാരാണ്. അപ്പം ഇതിന് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എല്ലാ റൂട്ടിലെ ബസ്സുകളും നാളെ മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനാണ് അസോസിയേഷൻ്റെ തീരുമാനം. ഇതിൽ പ്രതിഷേധിച്ച് പുഞ്ചവയൽ മേഖലയിലേക്കുള്ള ബസ് സർവീസുകൾ നിർത്തിവെച്ച് ജീവനക്കാർ പ്രതിഷേധിച്ചു. ഒരു ദിവസം 17 ബസ്സുകളിലായി 38 സർവീസുകളാണ് പുഞ്ചവയൽ 504 മേഖലയിലേക്ക് സർവീസ് നടത്തുന്നത്. പുഞ്ചവയൽ പുലിക്കുന്ന മേഖലകളിലേക്കുള്ള അനധികൃത ഓട്ടോറിക്ഷകളുടെ ട്രിപ്പടി അവസാനിപ്പിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പുഞ്ചവയൽ 504 കൂടാതെ പുലിക്കുന്ന്, എരുമേലി, കോരുത്തോട്, കുഴിമാവ്, കൂട്ടിക്കൽ, ഏന്തയാർ, ഇളങ്കാട് തുടങ്ങിയ മേഖലകളിലേക്കുള്ള ബസ് സർവീസുകളും നിർത്തിവെച്ച് ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബസ് ജീവനക്കാർ ഫെസ്റ്റൂൺ ന്യൂസിനോട് പറഞ്ഞു. അതേസമയം ബസ് ഇല്ലാത്ത സമയങ്ങളിൽ മാത്രമാണ് തങ്ങൾ യാത്രക്കാരെ കയറ്റി ഈ മേഖലയിൽ സർവീസ് നടത്തുന്നതെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളും പറയുന്നു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.